ഇപ്പോൾ പുതിയതായിട്ട് റംബൂട്ടാൻ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാതൃകാ തോട്ടമാണത്. ഈ ചെയ്തിരിക്കുന്ന ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ചെടി വളർത്തി നല്ല വരുമാനവും കാര്യങ്ങളും നേടാം. നമ്മളുടെ വെറും 7 മാസം പ്രായമായ ചെടിയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ വീടിനോടനുബന്ധിച്ച് ഇപ്പോൾ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആള് ഈ ഫ്രൂട്ട് പ്ലാന്റ്സിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളും കണ്ടിട്ട് ഇപ്പോൾ വിശാലമായ തോട്ടം പിടിപ്പിച്ചിരിക്കും. റബ്ബർ വെട്ടിക്കളഞ്ഞ് റംബൂട്ടാൻ പിടിപ്പിച്ചിരിക്കുക. അതിനകത്ത് വളരെ ആധികാരികമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അകലം, അതുപോലെ ഇറിഗേഷൻ കൊടുത്തേക്കണത്, എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്കത് വിശദമായിട്ട് ആളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ വേറെ കുറേ പ്ലാന്റുകളുണ്ട്. അവിടെ ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കൂടി ഇവിടെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണം. അതെ, അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രൂണിങ്ങും കാര്യങ്ങളും ഇല്ല. മരം വലുതായി പോയി. പക്ഷെ മരം വലുതായും ഒരു മരത്തിൽ നിന്ന് 10 മരത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വരുമാനം നേടിയ ആളാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് റബ്ബറിനെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഡീറ്റെയിൽ ചോദിക്കാം. അതെ അതെ. അപ്പോൾ ഈ തോട്ടം ഞങ്ങളുടെ പറമ്പിലേക്ക് പോകുന്ന വഴിക്കാണ്. ആ റോഡെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കാണും, ഇത് കുഞ്ഞു ചെടിയായിരുന്നപ്പോൾ തൊട്ട് വെച്ചപ്പോൾ തൊട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറുതിലെ തന്നെ പ്രൂൺ ചെയ്ത് ഒക്കെ വളർത്തിക്കൊണ്ട് വരുവാണ്. അപ്പോൾ പുതുതായി പ്ലാന്റ് ചെയ്ത റംബൂട്ടാൻ തോട്ടത്തിലാണ്. ഇതിപ്പോൾ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 1 ഏക്കർ സ്ഥലത്ത്. 1 ഏക്കർ സ്ഥലമുണ്ട്. എത്ര മരമുണ്ട്? 35 മരം. 35 മരം. 40 അടി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. നല്ല അകലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു കാരണവശാലും കൂട്ടിമുട്ടയില പൊങ്ങി പോയല്ലേ. നമുക്ക് ഇപ്പൊ ഇത് എത്ര പ്രാവശ്യം പ്രൂൺ ചെയ്തു? ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. ഒരു പ്രാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് ശിഖരങ്ങൾ വീണ്ടും ആയി. അപ്പൊ നമ്മൾ വീണ്ടും കട്ട് ചെയ്യാറായി. ആ മുകളിൽ വശം സൈഡിൽ കട്ട് ചെയ്യില്ല, മുകളിൽ വശം മാത്രം. അധികം മരത്ര വലിപ്പം വേണം, എന്നാലും അതിനുള്ള നമുക്ക് അത്രയും കായ കിട്ടുള്ളൂ. നല്ല വരുമാനങ്ങൾ നിർത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. അതെ അതെ. നമ്മളിപ്പോ ഇത് പ്ലാന്റ് ചെയ്തിട്ട് എത്ര മാസമായി? ഇത് 7 മാസമായിട്ട്. 7 മാസമായിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യണേ? ഇത് നട്ടപ്പോയ കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടി ഇട്ട് നട്ടേറ. അധികം ഇപ്പൊ നടുമ അധികം ചെയ്യണ്ട. പിന്നെ ഞാൻ ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ശർക്കരയൊക്കെ ഇട്ട് കുളിപ്പിച്ച് ജൈവ സ്ലറിയാണ് മെയിൻ. അത് എല്ലാ ആഴ്ചയിലും 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കും. അത് ഇതിന്റെ അപ്പൊ ഈ വേനൽക്കാലത്ത് അതാണ് മെയിൻ വളം കൊടുക്കണം. പിന്നെ നമ്മൾ മഴ പെയ്യുമ്പോഴാണ് ഇപ്പൊ വളം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായി. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ വളം കൊടുക്കും. മറ്റേതിപ്പോ എല്ലാ ആഴ്ചയിലും കൊടുക്കണ്ട്. 1 ലിറ്റർ വെച്ച് കൊടുക്കും. 1 ലിറ്റർ വെച്ച് കണക്ക് ഒഴിച്ചു കൊടുക്കും. അതെങ്ങനെ വെള്ളം ചേർത്താണോ ഇങ്ങനെ? അത് 200 ലിറ്ററില് കലക്കിയിട്ട് 2 കിലോ കപ്പലാണ്ടി പിണ്ണാക്കിന് 2 കിലോ കപ്പലാണ്ടി, 2 കിലോ വേപ്പ് പിണ്ണാക്ക്, 1 കിലോ ശർക്കര, 10 കിലോ ചാണകം കൂടി 5 ദിവസം പുളിപ്പിച്ചിട്ട് എല്ലാ ആഴ്ചയിലും അത് അതിൽ നിന്ന് തന്നെ നേരിട്ട് എടുത്ത് ഒഴിക്കാം. അത് 200 ലിറ്റർ ആക്കിയ വെച്ചേക്കാം. അപ്പൊ ഓൾറെഡി ഡൈലൂട്ടാണ്. അപ്പൊ അതെടുത്ത് നമ്മൾ കടക്കി ചുറ്റും ഒഴിച്ചു കൊടുക്കും. അതിന്റെ ഗ്രോത്ത് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ജൈവ സ്ലറി ഉണ്ടാക്കി ഒഴിക്കാൻ തയ്യാറുള്ളവരും സമയമുള്ളവർക്കും ഏറ്റവും പറ്റിയ സംഭവം. അപ്പൊ ഇത് എന്ത് വലിപ്പമുള്ള ചെടിയാണ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത്? 2 തട്ടുള്ള ചെടിയാണ് കൊണ്ടുവന്നത്. ഏകദേശം ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ പരിചരണവും അതുപോലെയുള്ള അതിന് ശ്രദ്ധ കൊടുക്കൽ, നന, ഇതൊരു മെയിൻ പാർട്ടാണ്. നമ്മൾ എന്തൊക്കെ വളം ചെയ്താലും നമ്മൾ ശരിക്കും നനയ്ക്കാനുള്ള സംവിധാനം വേനൽക്കാലത്ത് വേണം. ഇത് ശരിക്കും ഡ്രിപ്പ് ഇറിഗേഷനാണ്. നമ്മൾ കടയ്ക്ക് തന്നെ വെള്ളം വീഴും. ഓൺ ചെയ്യണം. നമുക്ക് ലാസ്റ്റ് നമ്മൾ മാറുമ്പോൾ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇല്ലല്ല എന്നാ ഓൺ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇതിൽ അടുത്തായിട്ട് നമ്മൾ ഇനി വളം ചെയ്യുന്നത് എന്താണെന്നാണ്? വളം ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക്, ഈ ചാണകം, വേപ്പ് പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കും. അതൊരു 1/2 കിലോ ഇപ്പം ഇട്ട് കൊടുക്കുള്ളൂ. ഇപ്പം ചെടി അതിന് മറ്റേ വളം എല്ലാ ആഴ്ചയിലും മഴ പിടിക്കുന്നവര് വേനൽക്കാലത്ത് അത് അതിന് വേരിൽ ശരിക്കും പിടിച്ച് എടുക്കാൻ പറ്റും. പെട്ടെന്ന് ചെടി വലിച്ചെടുക്കണം. മറ്റേ വളം ഇട്ട് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് എടുക്കില്ല. ജൈവ സ്ലറി ആഴ്ചയിൽ കൊടുക്കും. എല്ലാ ആഴ്ചയും ഇനിയിപ്പോ മഴ പെയ്തതിന് ശേഷം വളം കൊടുക്കും. പിന്നെ എത്ര മാസം? 3 മാസം കൂടുമ്പോൾ കൊടുക്കും. 3 മാസം കൂടുമ്പോൾ നവംബർ ആകുമ്പോൾ വളം കൊടുത്ത് നിർത്തി അടുത്ത കൊല്ലത്തേക്ക് പൂവിടാൻ വേണ്ടി. അപ്പൊ ജനുവരിയിൽ പൂവിടും. ഇപ്പൊ അടുത്ത ജാനുവരിയിലും പൂത്ത് കായ പറിക്കും. അതിനുള്ള പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുക. അത് വിജയിക്കുക തന്നെ ചെയ്യും.
അപ്പൊ നമ്മൾ ഇത്രയും അകലം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെടി അധികം പൊന്തി പോകില്ല. അതെ, അല്ലെങ്കിൽ ഷെയ്ഡ് വന്ന് ഇതായി പോകും. പിന്നെ ഇതിപ്പോ എല്ലാം കൊണ്ടും വളരെ റബ്ബർ മുറിച്ച സ്ഥലം ആയതുകൊണ്ട് മറ്റൊരു ചെടികളും ശല്യമില്ല. വേറെ അടിയിൽ വേറെ ഇടവേള കൃഷി വേറെ ഒന്നുമില്ല. ചേമ്പ് ചേന എന്തെങ്കിലും നടാം. ഇപ്പൊ വെയിൽ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് നേരിട്ടിട്ടില്ലേ? ഇല്ലല്ലേ. അത് ഇവന് റംബൂട്ടാന്റെ വെയിലെന്ന് പറയണേ അവര്. പിന്നെ കറക്റ്റ് നമ്മൾ നനയുണ്ട്. നന എല്ലാ ദിവസവും ഇപ്പൊ ഇതുപോലെ ടാങ്കില് ചെയ്തേക്കാനുള്ള. അത് നമ്മള് വിചാരിച്ച സമയത്ത് ചെയ്യാൻ പറ്റും. കറണ്ട് ഉള്ളപ്പോ മോട്ടർ അടിച്ച് നടത്തിയിരുന്നു. ഇത് എല്ലാ ദിവസവും നനയ്ക്കും. എല്ലാ ദിവസവും നനയ്ക്കും. അതാണ് ഇതിന്റെ. അപ്പൊ ചെടിക്ക് ആവശ്യമായ വെള്ളം ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഇത് ഒഴിക്കണ്ടാകുമ്പോ ഇപ്പൊ മറ്റേ പാടം നനയ്ക്കുമ്പോ ഉള്ള വളം മണ്ണിലേക്ക് വലിഞ്ഞു പോകണം. ഇത് വന്നി പോണില്ല. ഇത് മണ്ണിൽ തന്നെ കിടക്കണം. ഇത് ഒഴുകി പോവേ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. ശരി, ചെടിയുടെ കടക്കെ തന്നെയാണ് നമ്മുടെ. നമ്മൾ എത്ര സമയം വെള്ളം ഡ്രിപ്പ് കൊടുക്കും? ഒരു 20 മിനിറ്റ്. ഇതിപ്പോ നമ്മൾ വലിയ ടാങ്കില് വെള്ളം അടിച്ചിട്ടേക്കാം. എത്ര ലിറ്റർ അത്? എത്ര? 3000 ലിറ്ററിന്റെ ടാങ്കാണത്. അത് ഫിൽറ്റർ ചെയ്ത് പോരാവുന്നതാണ്. കാരണം നമ്മളുടെ ചെറിയ സ്പ്രിംഗ്ലർ പോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അടഞ്ഞു പോകരുതില്ല. മരം വലിപ്പം അനുസരിച്ച് ഇത് കൂട്ടും. അപ്പൊ നമ്മളിവിടെ ഓൺ ചെയ്യാണ്. അതെ, ആള് റെഡിയായി, കറങ്ങി തുടങ്ങി. അപ്പൊ ചെടിയുടെ കടക്ക് ആവശ്യത്തിന് ഇനിയിപ്പോ ചെടി വലുതാവുമ്പോ നമുക്കത് മാറ്റി വലിപ്പം കൂട്ടി കൊടുക്കാം. അതെ, ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കുമ്പോ ചെടിക്ക് ആവശ്യമായ വേരുകൾക്ക് ആവശ്യമാണ്. കാരണം ഇതിന്റെ ഈ ചുറ്റും ഇത്രയും വളർച്ചയിൽ വേരുകളായിട്ടില്ല. ആ കടക്കിയ വേരുകളുള്ള. അപ്പൊ അവിടേക്ക് വെള്ളം കൊടുത്തോണ്ട് കാര്യമില്ല. അതെ, പിന്നെ ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോ ഉള്ള വെള്ളം മണ്ണിലേക്ക് താണു പോവില്ല. ഇതിപ്പോ ചെടികളും നല്ല പച്ചപ്പിലും ഒരു കരിച്ചിലും ഇല്ല, ഒന്നുമില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ജൈവ സ്ലറിയാണ്. എല്ലാ ആഴ്ചയിലും കൊടുക്കും. അത് ഔഷധവും കൂടിയാണ്. അതെ, വേപ്പിണ്ണാക്കൊക്കെ വരുമ്പോ ചാണകം, അതെ, കപ്പലണ്ടി പിണ്ണാക്ക്, പച്ച ചാണകം. നമ്മളുടെ വെറും 7 മാസം പ്രായമായ ചെടിയാണ്. സ്റ്റാർട്ടിങ് ഒരു പ്രാവശ്യം ഇതിന്റെ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്തു. അതാണ് ആ ശിഖരങ്ങളും കാര്യങ്ങളും കാണുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും അത് പൊടിച്ചു വന്നപ്പോൾ ചെറിയ തോതിൽ ഒന്നും കൂടി പ്രൂൺ ചെയ്ത് കൊടുക്കാണ്. അപ്പം നമുക്ക് ചെടി ശരിക്കും കൊട പോലെ വരും. അപ്പം നമുക്ക് നല്ല വേണ്ട ശിഖരങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കായ ഉണ്ടായി കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത്ര ഇപ്പം ചെറിയ മരമായാണ് ഇത് കുറച്ച് ചെയ്യണം. തലഭാഗം മാത്രം. അപ്പം നമുക്ക് അവിടെ ശിഖരങ്ങൾ വേറെ ഇതിന്റെ ഫോൺ ചെയ്യുന്ന തോട്ടി ഉണ്ട്. അത് ഇത് ചെറിയ മരമാണ്. ഇത് മോളിൽ നിന്നുള്ള ശിഖരങ്ങളാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. സൈഡിലേക്ക് ചെടി പോണല്ലോ, വിടരാനായിട്ട് നമുക്ക് ഇവിടെ സ്ഥലമുണ്ടല്ലോ, നിർത്തും. അതും മറ്റേത് നമ്മൾ മുറിച്ച് നിറയെ ശിഖരങ്ങളായിട്ടുണ്ട്. പിന്നെ ശിഖരങ്ങളെ പൊട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പകുതി ഇതാകുമ്പോ അവര് തമ്മിലാവുമ്പോ ഒരു മരത്തുമേന്ന് 250 കിലോ കായ, 250 തുടങ്ങി 300 കിലോ കായ കിട്ടും എന്ന് പറയാം. നമ്മൾ ശരിക്കും നോക്കി ചെയ്ത് കറക്റ്റ് ആക്കിയ അങ്ങനെ കിട്ടിയാലാ നമുക്ക് വരുമാനം. അല്ലാണ്ട് ഒരുപടി മരങ്ങൾ വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൂടുതൽ ചെലവ് ചെയ്യണം. ഇതിപ്പോ ചെലവ് കുറവ്, വരുമാനം കുറവ്. 35 ഒരു ഏക്കറിൽ 35 മരമുള്ളൂ. അതിനുള്ള വളം കൊടുത്താൽ മതി, അതിനുള്ള ജലസേചനം നടത്തിയാൽ മതി. അപ്പൊ അത് നോക്കി മാക്സിമം ഇതിനെ വലുതാക്കി വരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ അതിന്റെ ഒരു റൗണ്ട് അടുത്ത വർഷമേക്ക് റൗണ്ട് പട്ടത്തിലേക്ക് ആക്കാനുള്ള കണ്ടീഷൻ. അതിനിപ്പോ അതിന്റെ നോക്കിയിട്ട് ചെടി പോകുന്നതനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം 7 മാസം കൊണ്ട് നമ്മൾ ഇത്രയും വലിപ്പത്തിലുമായി കിട്ടി. അതുപോലെ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ പച്ചപ്പും കാര്യങ്ങളുമാണ്. ഇതിന് എത്ര നാൾ കൂടുമ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് അധികം വിടില്ല, സൈഡിലേക്ക് നീട്ടി വരുത്തും. ശീകരങ്ങൾ പൊട്ടി വരുന്ന ഒരു 3 മാസം പ്രൂൺ ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. പ്രൂൺ ചെയ്തിട്ട് ഇത് നോക്കിയാൽ എത്ര ശീകരം ഉണ്ട് നോക്കിയാൽ.
ഒരു 1 2 3 4 5 6 7 8 9 10 ശിഖരം അതുമേ വന്നു. അത് കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോൾ വീട്ടാരും അപ്പൊ മോൾമേമ വലിയ തോട്ടി വെച്ചിട്ട് കട്ട് ചെയ്ത് ഇതിന്റെ റവണ്ടിയിലാക്കിയെടുക്കും. നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഹൈറ്റിൽ പോവാതെ വിടർത്തി കൊണ്ട് വലയിടാനൊക്കെ എളുപ്പം. മാക്സിമം മരത്തിന്റെ വലിപ്പം കൂട്ടുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇറിഗേഷൻ സംഭവങ്ങൾ ഇപ്പം നമ്മൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഈ ടാങ്കും ഇത് വെച്ചിട്ട് എത്ര രൂപ ഏകദേശം ചിലവായി? ഏകദേശം ഒരു 45,000 രൂപ ചിലവായി. 15,000 രൂപ 17,000 രൂപ സബ്സിഡി എനിക്ക് 45 ആയി 17 കിട്ടി. അപ്പൊ ഒരു 10-30 രൂപ ചെലവ്. കൃഷിഭവനിൽ നിന്നാണോ? കൃഷിഭവൻ്റെ. അല്ലെങ്കിൽ ഇപ്പൊ കറണ്ട് ഉണ്ടോ വന്ന് ഇപ്പൊ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോയി നമ്മുടെ വിചാരിച്ച വൈകിട്ട് വന്നിട്ട് വാൽവ് തുറന്നിട്ടാൽ മതി. നമുക്കിപ്പോ എവിടെയെങ്കിലും പോവാണെങ്കിലും നമ്മുടെ സമയത്തിന് തുറന്നിട്ടിട്ട് നമുക്ക് പോവാം. അത് പറ്റുമ്പോൾ തീർന്നു. അപ്പൊ ചെടിക്ക് ആവശ്യമായ വെള്ളം. ഇപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലെ നനച്ച ചെടി ആയതുകൊണ്ട് ഇപ്പൊ ഒരു ജസ്റ്റ് 10 മിനിറ്റ് ആയിട്ടില്ല, 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 5 മിനിറ്റ് ആയപ്പോഴേക്കും ചെടിക്ക് ആവശ്യത്തിന് നനവായി. അപ്പൊ ആ വെള്ളം ഫുള്ളായിട്ട് തീർക്കാനുള്ളത് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ തോട്ടത്തിൽ ആള് ചെയ്യണേന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണോ, ഇത് കറക്റ്റായിട്ട് ചെടി നട്ടാ പോരാ, പരിപാലിക്കണം. ദിവസം ചെടിയുടെ ഇടയ്ക്ക് വന്ന് നോക്കി എന്തെങ്കിലും കീടങ്ങളുണ്ടോ എന്ന് നോക്കി പരിപാലിച്ച് ഇതുപോലെ നോക്കിയാൽ നമുക്ക് സൂപ്പർ കൊല്ലം കൊണ്ട് വരുമാനം വരും. അത് തന്നെയല്ല, വരുമാനം മാത്രമല്ല, ഇപ്പൊ ഈ ചെടികളെന്ന് പറഞ്ഞാൽ ആയുസ് ഒരു 10-15 കൊല്ലം കൂടി കിട്ടും. അസുഖം ഉണ്ടാവില്ല. ഇതിപ്പോ വീട് ഇതാണ്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ എപ്പോ നോക്കിയാലും നമുക്ക് പറമ്പിൽ ഇനി ഇതിപ്പോ ഇത് കായ്ച്ച് ഫ്രൂട്ടായി കിടക്കണ കാണുമ്പോ അതെ, അതൊരു ചില്ലറ കാര്യമല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണ കാശ് കൂടെ കൊടുത്താൽ മതി. ഇപ്പൊ പുതിയ കർഷകർക്ക് എന്താണ് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം? പുതിയ കർഷകർക്ക് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് ഇത് ചെയ്യാം. അതായത് ആവശ്യത്തിന് വട്ടോട്ടർ 30 അടിയെങ്കിലും ചുരുങ്ങിയത് അകലം വേണം. ഇടയ്ക്ക് വേറെ ഇതൊന്നും പാടില്ല. ശരിക്കും സൺലൈറ്റ് വേണം. അപ്പൊ അധികം പൊങ്ങി പോവില്ല മരത്തിന്. പിന്നെ നമ്മൾ ഡെയിലി ഇതുപോലെ ഒന്ന് ശുശ്രൂഷിക്കുക. നമ്മള് വേനൽക്കാലത്ത് മറ്റേ വളങ്ങൾ കൊടുക്കാതെ ജൈവ സ്ലറി കൊടുക്കാം. അതാണ് ഈ പച്ചപ്പിന്റെ രോഗപ്രതിരോധം. കാരണം ഇതിന്റെ ഒരു ഇലയ്ക്ക് പോലും കംപ്ലൈന്റ് ഇല്ല, ഒരു കരിച്ചിലും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇത്ര ഉഷാറിൽ വന്നത് നമ്മൾ ജൈവ സ്ലറി കൊടുക്കണു, അതുപോലെ വെയിലാണ് മെയിൻ ഘടകം. ഈ റംബൂട്ടാന് 100% വെയിൽ തന്നെ വേണം, ഷെയ്ഡ് പാടില്ല. അപ്പൊ ഈ ഇറിഗേഷനെ സംബന്ധിച്ച് പൂർണ്ണ തൃപ്തനല്ല. പൂർണ്ണ തൃപ്തന. അപ്പൊ ഇനി അത് അടുത്തോളം ഇപ്പൊ മരം വളരും തോറും നമുക്ക് അത് മാറ്റിയിട്ട് അതിന് വലിയ അതിൽ കുറച്ചും കൂടി വലുതാക്കി കൊടുക്കാം. അല്ലെങ്കിൽ 1-2 ഓടിയും കൊടുക്കാം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൊടുത്താലും മതി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച അത്ര എമൗണ്ട് മുടക്ക് വന്നിട്ടില്ലേ? 10-30 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ പറമ്പ് അപ്പുറത്തുണ്ടേ. അപ്പം ഞാൻ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഇതിലേ പോകും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അതിലെ പാടത്തെ കൂടെ കയറി വരും. അപ്പം ഇതിലേ പോണ ദിവസങ്ങളിൽ ഒന്നും നോക്കാതെ പോകാറില്ല. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആൾ ഇത് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ കണ്ണ് ഇവിടെ വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് പോകും. അങ്ങനെ നോക്കിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് വരാനായിട്ട് കാരണവും കൂടി. മറ്റൊരു സന്തോഷ വാർത്ത, ഈ അടുത്ത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വളങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ചെറിയ അളവിലും നൽകുന്നുണ്ട് കേട്ടോ. ഇതിന് റേറ്റ് ഒരുപാട് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഉപയോഗിക്കാനായിട്ട് മടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല, നമ്മൾ ചെറിയ അളവിൽ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വാങ്ങിച്ചവർ വീണ്ടും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടാണല്ലോ. ഈ മരം നമ്മൾ അവിടെ കണ്ട മരത്തിലും അത്രയും വിരിവിൽ വന്നിട്ടില്ലേ മുകളിലേക്ക് പൊന്താണ്. അപ്പൊ അവനെ നമ്മൾ കട്ട് ചെയ്യാൻ അതെ. ഇത് വന്നുണ്ട് ഒരു 20 അടി പൊക്കം വരാൻ നിർത്തും. അത് കഴിഞ്ഞ് വലയിടാനുള്ളത്. സൈഡിൽ ഇപ്പൊ കട്ട് ചെയ്യില്ല, സൈഡിലൊന്നും നീണ്ടിട്ട് അതിൻ്റെ ഇളം മുകളിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ വിടാർന്ന് നിൽക്കാം. ശരിക്ക് ഗ്രോത്ത് വന്നെങ്കിൽ ആ ശിഖരങ്ങൾ വന്നം ശരിക്കും. അത് ഒരുപടി കട്ട് ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല.
നമ്മളൊരു 20 അടി ഒരു മാക്സിമം ഉണ്ടല്ലോ നമുക്ക് പറിച്ചെടുക്കാവുന്ന കണ്ടിട്ട്. ഒരു 3 ആൾ പൊക്കം വരെ. 3 ആൾ പൊക്കം വരെ വലയിടാവുന്ന കണ്ടി. വലയിടാനുള്ള അപ്പൊ ഈ കുട പോലെ വരാണെങ്കിൽ നമുക്ക് വലയിടാൻ സുഖമായിരിക്കും. ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പൊ അതിന് വേണ്ടി കട്ട് ചെയ്ത് ഷേപ്പാക്കി കാരണം 20 അടിയൊക്കെ പൊന്തുമ്പോഴാണ് ഇത് വരുമാനം. ഒരു മരത്തിമേന്ന് 250 കൂടി 300 കിലോ ഗ്രോത്ത് കിട്ടുന്ന പറയും. ആ ജാതിയൊക്കെ ചേട്ടൻ്റെ അല്ലേ അങ്ങോട്ടുള്ള പറമ്പ്? അവിടെയാണ് വലിയ റംബൂട്ടാനൊക്കെ. ഇവിടെ ജാതി ഉണ്ട്, റംബൂട്ടാനുണ്ട് അല്ലേ? ജാതിയുടെ ഉള്ളിൽ വെച്ചാണോ അങ്ങനെ പൊങ്ങി പോയി. അത് ചേനയും ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ റംബൂട്ടാനും കാര്യങ്ങളും വെച്ച് കൊടുത്താൽ അതിൻ്റെ ഇടവിളയായിട്ട് ചെയ്യാവുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചേനയും ചേമ്പും ഒക്കെ ആട്ടെ. അപ്പോൾ നമ്മളുടെ ചെടികൾക്ക് യാതൊരുവിധ ദൂഷ്യമില്ല. ഇതിനും നമ്മൾ വളം ചെയ്യും, മണ്ണിളക്കാൻ കിട്ടും, ചെടികൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചി നടാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടുകൊടുക്കാം. ഒരുപാട് പൊന്തി പോണത് നടാതിരിക്കുക. ഇപ്പോൾ പുതിയതായിട്ട് റംബൂട്ടാൻ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാതൃകാ തോട്ടമാണത്. ഈ ചെയ്തിരിക്കുന്ന ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ചെടി വളർത്തി നല്ല വരുമാനവും കാര്യങ്ങളും നേടാം. ഇതിപ്പോൾ നട്ടത് 1.5 വർഷം, 1 വർഷം 1.5 വർഷം തൈക്ക് പാകാറുണ്ട്. 1 വർഷം 2 തട്ട് 1 വർഷം ആവണുള്ളൂ. പക്ഷെ അതാണ് നല്ലത്. ഒരുപാട് വലുത് കൊണ്ടുവന്ന് നടണേലും ചെറുത് നട്ടാൻ നമ്മുടെ ഇഷ്ടത്തിന് വളരാം. അതായത് 35 തൈ ഞാൻ കാറിന്റെ ടിക്കിലിട്ട് കൊണ്ടുവന്നേ. അപ്പം തുറന്ന് വലിപ്പമുണ്ടോന്ന് അറിയാലോ. 35 തൈയും കാറിന്റെ ടിക്കിൽ വെച്ചാൽ കൊണ്ടുവന്നേ. കാറിൽ വെച്ച് കൊണ്ടുവന്ന തൈയണത്. ഒരു ഏക്കറിൽ 35 തയ്യേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു തോട്ടത്തിൽ റംബൂട്ടാൻ മാത്രമല്ല വേറെയും കുറേ ഫ്രൂട്ട് പ്ലാന്റ്സുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ ഉള്ള റംബൂട്ടാൻ പ്ലാന്റ്സ് ആരുടെയൊക്കെ വീട്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ റംബൂട്ടാൻ പ്ലാന്റ്സുകൾ വെച്ചിരിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ ഓരോരുത്തരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു കൃഷി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.